ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, കൊട്ടാരക്കരയിൽ നടന്ന സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഹൈന്ദവ വിശ്വാസം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കുകയാണ് +1 വിദ്യാർത്ഥിനിയെ. അതുപോലെ സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റാം എന്ന് പറയുന്നു. മാത്രവുമല്ല വൻ തുക ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കരുത്, ഇത് വെറും പ്രണയമല്ലേ എന്നാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലത് നിരീക്ഷകന്റെ അഭിപ്രായം. എങ്ങനെയാണ് ഈ വിഷയത്തെ ഹിന്ദു ഐക്യവേദി കാണുന്നത്? ഇവിടെ ഇത് വെറും പ്രണയമാണോ ലവ് ജിഹാദാണോ എന്നൊക്കെ അളക്കാനുള്ള മെഷീൻ അവരുടെ കയ്യിലുണ്ടോ നമുക്കറിയില്ല. കാരണം മറ്റു ചിലരുടെ തീവ്രത അളക്കുന്ന പല മെഷീനും ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇത് ലവ് ജിഹാദാണോ അതോ വെറും പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ നമുക്കറിയില്ല. കാരണം മതം മാറ്റം അടക്കമുള്ള പല കാര്യങ്ങളും വളരെ വ്യക്തമായി ആ കുട്ടി പറഞ്ഞിട്ടും അതിൽ സാമ്പത്തികമായ ക്രയവിക്രയം നടക്കുന്നുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഇത് ലവ് ജിഹാദ് അല്ല എന്ന് പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയമാണ് ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് വളരാൻ അവസരം വെച്ചു കൊടുക്കുന്നത്. ഇത് പ്രണയമല്ല, ഇത് ഇവര് കമ്മീഷൻ ഏജന്റുകളാണ്. ഇത് +2 പഠിക്കുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ വളച്ചെടുക്കുമ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീത്വത്തോട് അവർ ചെയ്യുന്ന നെറികേട് ഇത് ചർച്ച ചെയ്യാൻ കേരളത്തിന് സമയമില്ല. കേരളം മറ്റു പലതിന്റെയും പുറകെ പോവുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോടൊപ്പം നിൽക്കാൻ ആരും ഇല്ല എന്നതാണ് അവസ്ഥ. ഇത് വളരെ ഗൗരവമായിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ആ അമ്മയൊക്കെ പറയുന്നത് എന്നിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നപ്പോൾ ഇവരെന്തോ അപരാധം ചെയ്ത മാതിരിയായിരുന്നു അവരോട് പെരുമാറിയിരുന്നത് എന്നാണ്. FIRന്റെ കോപ്പി കിട്ടാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത്. മാത്രമല്ല അവിടെ നിന്ന് അവർ പലരും ഈ കുട്ടിയെ ഉപദേശിക്കുകയാണ്. അതായത് ഇതിനൊക്കെ വഴങ്ങി കൊടുത്താൽ പോരെ എന്ന് തോന്നത്തക്ക വിധത്തിൽ, കാരണം ഇതൊക്കെ പുറത്തറിഞ്ഞാൽ മോശമല്ലേ, നിന്റെ ഭാവി പോവില്ലേ തുടങ്ങിയ ഉപദേശങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകിയത് എന്നാണ് അവർ പറയുന്നത്. ആ അമ്മയും മക്കളും അവിടെ പേടിച്ചാ ജീവിക്കണത്. കാരണം ഇവരെന്താ ചെയ്യാൻ നിശ്ചയില്ലേ. അപ്പൊ ആരുണ്ട് ഇവര്? നമ്മൾ സാധാരണ പല പാവപ്പെട്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നീട്ടി സംഗതി സാധനമൊക്കെ ഒപ്പിച്ച് പറയുമ്പോൾ ഇവര് പാവപ്പെട്ടവരല്ലേ, ആരും രക്ഷയ്ക്കില്ലാതെ. ഇവരോടൊപ്പം നിൽക്കാത്ത നീതി നിയമമാണോ ഈ കേരളത്തിലുള്ളത്? ഇവരോടൊപ്പം നിൽക്കാത്ത ആഭ്യന്തര ഭരണ സംവിധാനങ്ങളാണോ ഇവിടെയുള്ളത്? അപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു അവസ്ഥ ആ കുടുംബത്തെ നശിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇവര് മുന്നോട്ട് വന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അത് അമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ പുണ്യം എന്നേ പറയുന്നത്. അതല്ല എങ്കിൽ ഇവര് കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ ആരും ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ ഒരു അജ്ഞാത ശവമായിട്ടോ അല്ലെങ്കിൽ വെറും ഒരു എന്താ പറയേണ്ടത് സൂയിസൈഡ് ആയിട്ടോ ഒക്കെ എഴുതി തള്ളേണ്ടിയിരുന്ന ഒരു കേസ് അമ്മയുടെ വയറ്റുപുണ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് തിരിച്ചു കിട്ടിയത്. അപ്പൊ ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. വെറുതെ ചർച്ച ചെയ്ത് അടുത്തൊരു കേസ് വരുന്നവർ ഇത് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് കാര്യമായി അന്വേഷണം നടക്കണം. പ്രതികളെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതൊരു വ്യക്തിയുടെ 2 വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന കുതന്ത്രങ്ങളല്ല. ഇതിന്റെ പിന്നിൽ സംഘടനകളുണ്ട്. ഇതിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു മതമാറ്റക്കാരനെ പിടിച്ചപ്പോൾ അയാൾക്ക് 100 കണക്കിന് കോടികളുടെ സമ്പത്തല്ലേ നമ്മൾ കണ്ടത്? അത് കേരളത്തിലും നടക്കുന്നുണ്ട്. കാരണം ഇവിടെ പലരും ഒരു തൊഴിലും ഇല്ലാതെ, ഒരുപക്ഷെ പുളിങ്കുരി പെറുക്കി വിൽക്കുന്ന തൊഴിൽ പോലും ഇല്ലാത്ത കോടീശ്വരന്മാരെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റൂ. ഈ മതം മാറ്റത്തിന് വേണ്ടി എത്ര കോടി രൂപ, എത്ര $പെട്രോൾ കേരളത്തിൽ ഒഴുകുന്നുണ്ട് എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് കേവലം മതത്തിന്റെ രക്ഷയ്ക്ക് മാത്രമല്ല, ഇതുപോലുള്ള പെൺകുട്ടികളുടെ ജീവിത സുരക്ഷയ്ക്ക് കൂടിയാണ് എന്നുള്ള നിലയിലായിരിക്കണം നമ്മൾ ഇതിനെ ഗൗരവമായി സമീപിക്കേണ്ടത്.